അല്ല ഈ ഗുണ്ടകൾക്ക് എന്താണ് എന്റർടൈൻമെന്റ് പാടില്ലേ? റീൽസ് ഒക്കെ എടുക്കുമ്പോ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ഇപ്പം മറ്റേ പാർട്ടി നടത്തിയതിനെ പറ്റിയായിരിക്കും. പക്ഷെ ഇതിനകത്ത് ഇത് ഒരു ചോദ്യമായിട്ട് വരുന്നത് പോലീസുകാരുടെ സൈഡിലേക്കാണ്. അവർ ഇങ്ങനൊരു ഒരു 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 കൊലപാതക കുറ്റത്തിൽ നിന്ന് ശിക്ഷ അനുഭവിച്ച് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു പാർട്ടി നടന്നു. പക്ഷെ അതിനകത്ത് ഈ കൊലപാതകം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ശിക്ഷ അനുഭവിച്ചു. പക്ഷേ ഇവരൊരു പാർട്ടി നടത്തില്ല, എന്താണ് കുഴപ്പം? സാധാരണ നമ്മളിപ്പം എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു പാർട്ടി ഭക്ഷണം മേടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പാർട്ടികൾ നടത്താറുണ്ട്. അവരത് പാർട്ടി നടത്തിയിട്ട് എന്താണ് കുഴപ്പം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. അല്ല, കുഴപ്പം എന്ന് പറയുന്നിടത്ത് റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ നമ്മുടെ ഫഹദ് സിനിമ ഉണ്ടല്ലോ, ആവേശം. അപ്പം ആവേശത്തിൽ രംഗണ്ണനും അമ്പാനും വലിയൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പാർട്ടിയുടെ ചൂട് പിടിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സിനിമ സമൂഹത്തിൽ മോശമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇതിന് തർക്കം. പക്ഷേ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയാണ്. എല്ലാ കാലഘട്ടത്തിലും ഇതേപോലുള്ള പരിപാടികളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ അത് ആൾക്കാർ ആ സമയത്തുള്ള സിനിമയായിട്ട് കണക്ട് ചെയ്യും. ദൃശ്യം എന്ത് ദൃശ്യം മോഡലാവും. അന്ന് ആ സമയത്ത് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ക്രിമിനൽ ജിത്തു ജോസഫ് ആയിരിക്കും. കാരണം ഇങ്ങനെ സാധനം കണ്ടുപിടിക്കണമെങ്കിൽ എന്ന രീതിയിലേക്ക് വരെ ആ ചർച്ച പോയിട്ടുണ്ടായിരുന്നു. അല്ല, അപ്പൊ കഴിഞ്ഞ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ റെലവന്റ് ആണ്. ആ ഗാന്ധിജിയുടെ സിനിമ കണ്ടിട്ട് ആരും ഗാന്ധിയുടെ സ്വഭാവത്തിലേക്ക് ആയിട്ടില്ലല്ലോ. ഗാന്ധി സിനിമ കണ്ടാരും ഗാന്ധിയുടെ സ്വഭാവം ആവില്ല. പക്ഷെ ആവേശം കുറെയൊക്കെ കുട്ടികൾ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നെഗറ്റീവ്ലി. അത് ഞാൻ വീട്ടിൽ കാണുന്ന ഒരാളാണ്. എന്റെ മോനാണെങ്കിലും കള്ളു കുടിച്ചാൽ എന്താ കുഴപ്പം, ബിയർ കുടിച്ചാൽ എന്താ കുഴപ്പം, ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തിരിച്ചു കിട്ടി തുടങ്ങി. ഒരു കാര്യം ചോദിച്ചിട്ടേ, ഇപ്പം നമ്മുടെ ഈ സമൂഹം ഇവോൾവ് ആയി മാറുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങളും നല്ലത് ചീത്തയാവും, ചീത്തത് നല്ലതാവും. അപ്പം ആ പണ്ടത്തെ ഒരു കാഴ്ചപ്പാടുകളനുസരിച്ച് സ്ത്രീകൾ അടുക്കളയിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന ചട്ടക്കൂടിനകത്ത് നിന്ന് സ്ത്രീകൾ ഇപ്പോൾ ജോലിക്ക് പോയൊരു ഫാമിലി തന്നെ കൊണ്ടുപോകുന്ന സ്ത്രീകളുടെ മാത്രം വരുമാനത്തിലുള്ള എത്രയോ ഫാമിലീസ് ഉണ്ട്. പക്ഷെ അതനുസരിച്ച് മാറി വരുന്നുണ്ട്. അപ്പം എല്ലാത്തിനും പിടിച്ച് സിനിമയെ കുറ്റക്കാരനാക്കിയ, അങ്ങനെയാണെങ്കിൽ കള്ള് കച്ചവടക്കാരനാണോ? കഴിഞ്ഞ ദിവസം നേരത്തെ ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബൈബിളാണോ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്, മദ്യമാണോ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്? അത് തന്നെയാണ് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. സ്വാധീനിക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചിട്ടേ, അങ്ങനെയാണെങ്കിൽ സ്വാധീനിക്കുമെങ്കിൽ ഇത് ആവേശം സിനിമയ്ക്കകത്ത് വേറൊരു മെസ്സേജ് കൂടി നമ്മൾ അണ്ടർലൈൻ ലെയർ ആയിട്ട് നമുക്ക് പറയാം. ഇങ്ങനെ പഠിക്കാൻ വിട്ടാൽ പഠിച്ചിട്ട് വരണം, വേറെ പരിപാടിക്ക് പോകില്ല. ആ മോറൽ എന്താണ് ആൾക്കാർ എടുക്കാത്തത്? അത് എടുക്കില്ല. അതിനുള്ള പക്വതയും വിവരവും നമ്മുടെ ടീനേജേഴ്സിന് അല്ലെങ്കിൽ യൂത്തിന് ആയിട്ടില്ല. കുട്ടികൾ അന്ധമായിട്ട് അനുകരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ നമ്മള് മാതാപിതാക്കളുടെ ജോലിയാണല്ലോ കുട്ടികളിലെ സിനിമ എന്താണ് അല്ലെങ്കിൽ ജീവിതം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കേസ്. പണ്ട് നമ്മൾ തെറ്റും ശരിയും വേർതിരിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നിടത്ത് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ആൾക്കാർ പോകും. തെറ്റുകളിൽ നിന്ന് തെറ്റുകൾ ചൂസ് ചെയ്യുന്നതിലും നല്ല ശരികളുടെ പുറകെ നടക്കാനായിട്ട് പ്രേരിപ്പിക്കാനാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കുക. ഈ ആവേശം സിനിമകൾ മാത്രമല്ലല്ലോ, ഒരുപാട് നല്ല മെസ്സേജ് നൽകുന്ന സിനിമകളും നല്ല സീരീസുകളും എല്ലാം വരുന്നുണ്ട്. കുട്ടികൾക്ക് എപ്പോഴും, കുട്ടികളെന്നല്ല നമ്മളാണെങ്കിൽ തന്നെ ഹീറോയിസത്തിന് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? എപ്പോഴും നമ്മൾ പണ്ട് എന്തുകൊണ്ട് നമ്മൾ ശക്തിമാൻ്റെയും സൂപ്പർമാൻ്റെയും പുറകെ പോയിരുന്നു. അതായത് സാധാരണക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്ന അതിമാനുഷികനായിട്ടുള്ള ആൾക്കാരോട് എപ്പോഴും ഉള്ളൊരു ആരാധനയുണ്ട്. ആ ആരാധനയല്ലേ ഇതിൽ ആവേശത്തിൽ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ഹീറോസ് ആയിരുന്നു നമ്മുടെ ടൈമിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ശക്തിമാൻ, സൂപ്പർമാൻ, ഹീമാൻ, ഇവരൊക്കെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ വാളെടുത്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ കൽക്കി സിനിമ ഇറങ്ങി. കൽക്കി സിനിമ കാണുമ്പോഴും അതിൽ സൂപ്പർ ഹീറോസ് തന്നെയാണ്. കൃഷ്ണനുണ്ട്, അശ്വത്ഥമാവ് ഉണ്ട്. പക്ഷെ എന്റെ മോൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ആരാണ് ഈ അശ്വത്ഥമാവ്? ഈ അശ്വത്ഥമാവ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സീരീസുകളോ സീരിയലുകളോ സിനിമകളോ ഒന്നും ഇപ്പൊ ഇല്ല. ഒരു മഹാഭാരത സ്റ്റോറിയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാം. അതൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് ആവുന്നില്ല. പക്ഷെ ആവേശം സാധനം പെട്ടെന്ന് അതായത് മക്കളെ നേരെ വളർത്താൻ മാതാപിതാക്കൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ പഴിയെടുത്ത് സിനിമയുടെ മണ്ടയ്ക്ക് വെക്കരുത്. പണ്ടും ഇതുപോലത്തെ സിനിമകളുണ്ട്, പണ്ടും ഇതുപോലത്തെ മോശം കാര്യങ്ങളുണ്ട്, പണ്ടും ഇതെല്ലാം നടക്കുന്നുണ്ട്. അന്ന് മാതാപിതാക്കളെ പേടിച്ചോ അല്ലെങ്കിൽ അവർ വളർത്തുന്നതിൻ്റെ രീതി അനുസരിച്ച് ഈ കുട്ടികൾ അത് ചെയ്യാതിരിക്കുന്നു അല്ലേ?
നമ്മളൊരു ബൗണ്ടറി വെക്കുമല്ലോ, ആ ബൗണ്ടറി വെക്കാൻ ഇപ്പോഴത്തെ പേരൻസിന് പറ്റുന്നില്ല. അതാണ് അല്ല, ഇതില് ജോബിന് വേറൊരു കേസും കൂടെ ഉണ്ട്. ആവേശത്തിൽ അണ്ടർലൈൻ ചെയ്യുന്ന ഒരു മെസ്സേജ് വേറെയും കൂടെ ഉണ്ട്. ഈ രംഗണ്ണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നെങ്കിലും വളരെ ഒരു നിഷ്കളങ്കനായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അവിടെ പുള്ളിയുടെ ഒരു വീക്ക്നെസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം സ്നേഹം കിട്ടാതെ ഇരിക്കുന്ന ഒരാളാണ്, ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉള്ളതാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ നേരത്ത് ആ ജിബി എന്ന് പറയുന്ന പയ്യന് പറയുവാണ് ഹീസ് ലൈക്ക് മൈ ബ്രദർ, എൻ്റെ ഇതാണ്. അവൻ്റെ അമ്മ വിളിക്കാൻ നേരത്ത് ചേട്ടനെ പോലെയാണെന്നാടാ പറഞ്ഞേക്കണേ എന്ന് പറയാൻ നേരത്ത് ഇദ്ദേഹത്തിൽ ഉണ്ടാകുന്നൊരു ഭാവവ്യത്യാസമൊക്കെ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഈ ചൈൽഡ്ഹുഡ് ട്രോമാസും അല്ലെങ്കിൽ ഒരു സ്നേഹം സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സ്നേഹം കിട്ടാതെ ഒരാൾ വഴിപിഴച്ചു പോകുന്നതാണ്. അങ്ങനെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ വഴിപിഴച്ചു പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ് എന്ന് എടുക്കുന്നതിന് പകരം വെള്ളം ഒടിക്കുന്നതാണ് ഹീറോയിസ് എന്നുള്ള മെസ്സേജ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെ, ആ ഒരു മെസ്സേജും കൂടെ നമുക്ക് എടുക്കാൻ പാടില്ല. ഈ ഗുണ്ടകളിലേക്ക് വരുമ്പോ ആ കഥ പറയും, ഗുണ്ടകൾ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്തല്ലേ തിരിച്ചുവരവ്. ഇതിനകത്ത് ഇപ്പം അത് മേജറായിട്ട് നടക്കുന്ന പറഞ്ഞാൽ ഒരു ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ആള് അവരുടെ ഫ്രണ്ട് എനിക്കൊന്നും 1000-600 പേരോളം ഉണ്ട്. പക്ഷേ ഇതിനകത്ത് പറയപ്പെടുന്ന രീതി അനുസരിച്ച് ഒരു 600 പേരും ഒരു ഗുണ്ട അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അവരാണ് ഈ ഈ പാർട്ടിയിലെല്ലാം വന്നിരുന്നത്. അപ്പം പോലീസ് വരികയും ചെയ്തു. ആ പോലീസ് വന്നതിന് ശേഷം അവർ ഫുഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വാർത്ത കണ്ടിരുന്നു. അപ്പം അവർ പോയിട്ട് അവരൊരു റീൽ എടുത്തിട്ടു. ഈ റീലിലാണ് വിഷയമായത്. കാരണം ഇത് ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് മെസ്സേജായിട്ട് പോകുമോ എന്നുള്ളതാണ്. പക്ഷെ ഞാനൊരു കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഒരു സിനിമയിൽ ഒരു മോശം കഥാപാത്രമായി അവതരിപ്പിക്കേണ്ട വില്ലനായിട്ട് അഭിനയിക്കുന്ന ഒരാൾ, അയാൾ ആ സിനിമ കഴിഞ്ഞാൽ ആ ക്യാരക്ടർ വിട്ടു. എന്തുകൊണ്ടാണ് ഇത് ആവേശം സ്റ്റൈൽ എന്ന് പറയപ്പെടുന്നത്? അവരൊരു പാർട്ടി നടത്തുന്നു, അത് നിയമവിരുദ്ധമാണെങ്കിൽ പോലീസിന് ആക്ഷൻ എടുക്കാം. അതെങ്ങനെയാ? ഇഫ്താർ വിരുന്നുകളില് ഗുണ്ടകൾ നടത്തിയ ഇഫ്താർ വിരുന്നുകളില് പോലീസ് പങ്കെടുത്തിട്ടുള്ള നാടാണ് നമ്മുടെ. അല്ല, അപ്പം എന്താ പറയുന്നത്, അപ്പോഴും ഈ പറയുന്ന ഒരു പാർട്ടി നടത്തിയതിൽ അത് നിയമവിരുദ്ധമാണെങ്കിൽ അത് പോലീസ് അതിനനുസരിച്ച് നിയമവിരുദ്ധമാണ്. എങ്ങനെ ഇപ്പൊ തൃശ്ശൂർ നടത്തിയൊരു പാർട്ടി എന്ന് പറയുന്നിടത്ത് അവരതിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വയലൻസോ അല്ലെങ്കിൽ എന്ത് കാര്യമായി പ്രൊമോട്ട് ചെയ്ത് ഒന്നും പ്രൊമോട്ട് ചെയ്തില്ല. അവരവരുടെ ഒരാൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ശിക്ഷ കഴിഞ്ഞു. അദ്ദേഹം ഒരിക്കലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായിട്ടും അയാൾ എല്ലാ കാലവും കുറ്റക്കാരനാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അവരുടെ ഫ്രണ്ട്സിന് ഒരു പാർട്ടി നടത്തിയില്ല, അതിന് ഇത്രമാത്രം അധിക്ഷേപിക്കേണ്ട കാര്യം എന്താ? ഇവിടെ എല്ലാ ആൾക്കാരും റീൽസ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സിനെ കൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കല്യാണ പാർട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പല കല്യാണ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ കുപ്പി പൊട്ടിച്ചിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? 2-3 ലിറ്റർ മദ്യത്തിൽ കൂടുതൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന നിയമമുള്ള കേരളത്തിൽ ഇവിടെ എത്രയോ കുപ്പികൾ പൊട്ടിക്കുന്ന കല്യാണങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതൊന്നും വാർത്തയാവുന്നില്ല. അപ്പോൾ ഇത് വാർത്തയാക്കാൻ വേണ്ടി വാർത്തയായതുപോലെയാണ്. അവിടെ ആ ഒരു പോയിന്റ് ഉണ്ട്. അപ്പം ഇതൊരു പാർട്ടി നടത്തിയതുപോലെ വാർത്തയാവില്ല. ആവേശം സ്റ്റൈൽ പാർട്ടി നടത്തിയാൽ അത് വാർത്തയാണ്. അത് ക്വസ്റ്റ്യൻസ് പോകുന്നത് ഫാസ്റ്റിലേക്ക് പോകും, ഡയറക്റ്റിലേക്ക് പോകും, ആ ടീമിലേക്ക് പോകും. അതിന് വാർത്ത ഇമ്പോർട്ടൻസ് കൂടും. കഴിഞ്ഞ ദിവസം ഏതൊരു ചാനലിൽ ഒരു ജേർണലിസ്റ്റ് പറയുന്നത് കേട്ടായിരുന്നു. എന്താണ് ന്യൂസ്? ഞങ്ങൾ പണ്ട് ജേർണലിസം പഠിക്കുന്ന സമയത്ത് എന്താണ് ന്യൂസ് എന്നുള്ളതിന് ഡെഫിനേഷൻ പറയാൻ നേരത്ത് ഒരു പട്ടി ഒരാളെ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർത്തയല്ല, പക്ഷെ ഒരാൾ പട്ടിയെ കടിച്ചാൽ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ബേസിക് റൂളാണ്. അതായത് എന്താണ് വാർത്ത എന്നുള്ളത്. പക്ഷെ അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ചില സംഭവങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ ആവേശം സ്റ്റൈൽ അല്ലെങ്കിൽ ദൃശ്യം മോഡലിനൊക്കെ പറയുന്നത് ഈ വാർത്തയുടെ ലെവല് മാറ്റും. അതൊരു മോഷണ ശ്രമം നടക്കുന്നു അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നാൽ അതൊരു കൊലപാതകത്തിൻ്റെ വാർത്തയാണ്. പക്ഷെ ദൃശ്യം മോഡൽ സംഭവം നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പടി മേളിലേക്ക് അതിൻ്റെ റെലവൻസ് മാറും. അത് ആൾക്കാരിലേക്ക് എത്തപ്പെടുന്നത് അല്ലെങ്കിൽ ആ ന്യൂസ് വായിക്കാൻ, ആ ന്യൂസ് കാണാനുള്ള ഇൻട്രസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടും. അപ്പം ഇതിനു വേണ്ടി ചില സമയങ്ങളിൽ കൃത്രിമമായി ഉണ്ടാക്കപ്പെടുന്ന വാർത്തകളാണെന്ന് കൂടെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു പാർട്ടി നടത്തി, അവരൊരു പാർട്ടി നടത്തി, അവർ എന്തോ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിക്കോട്ടെ, അവരൊരു പാർട്ടി നടത്തി. ആ പാർട്ടി നടത്താൻ നിയമപര തെറ്റുണ്ടെങ്കിൽ അത് ആക്ഷൻ എടുക്കാം. ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ എത്രയോ കുപ്പികൾ പൊട്ടിച്ച് കല്യാണം നടത്തുന്നു. അപ്പോൾ അത് ആക്ഷൻ എടുക്കണമെങ്കിൽ അവർക്ക് ആക്ഷൻ എടുക്കാമല്ലോ. പക്ഷേ എന്തുകൊണ്ട് എടുക്കുന്നില്ല? അവരൊന്നും ചെയ്യുന്നില്ല. ഇവരും എന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ ഒരു വയലൻസ് പ്രൊമോട്ട് ചെയ്ത് ആക്ഷൻ എടുക്കാമല്ലോ. ഇല്ലാത്തടത്ത് എന്തിനാണ് ഈ ആവേശം സ്റ്റൈൽ പറഞ്ഞ് സിനിമയെ അതിൻ്റെ മേലോട്ട് ചാർത്തി വെക്കുന്നു? അതിൻ്റെ ആവശ്യമില്ലെന്നാണ്. പിന്നെ ഈ ഗുണ്ടകൾക്ക് മാനസാന്തരപ്പെട്ടുകൂടാന്നൊന്നും ഇല്ലല്ലോ. ഇപ്പൊ പാണ്ടിപ്പട സിനിമയിൽ നമ്മൾ കാണുന്നില്ലേ കുറെ ഗുണ്ടകളൊക്കെ കൂടി പാർട്ടി നടത്തുന്നതും? അതിന്റെ ഒരു വേറൊരു വേർഷൻ അല്ലേ? അവരും മനുഷ്യരല്ലേ ഗുണ്ടകളും.